സുഹൃത്തുക്കളെ, ഇന്ന് ഭാഗവതവുമായി ബന്ധപ്പെട്ട നാം അറിഞ്ഞിരിക്കേണ്ടത് ചില കാര്യങ്ങളെ മനസ്സിലാക്കി തരുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാം ഭാഗവതത്തിൽ വായിക്കുമ്പോൾ ഭഗവാൻ എന്ന് കൂടെ പറയുന്നുണ്ട്. ആ ഭഗവാൻ ആരാണ്? അതിൽ പ്രതിപാദിക്കുന്ന ആ ഭഗവാൻ എന്ന് പറയുന്നത് കൃഷ്ണ പരമാത്മാവിനെയാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കൃഷ്ണ പരമാത്മാവ് അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ പൂർണ്ണ സ്വരൂപമായിട്ടിരിക്കുന്ന ഈ കൃഷ്ണൻ ആരാണ്? അതും നാമും തമ്മിൽ എന്താണ്, നമ്മൾ തമ്മിൽ എന്താണ് ബന്ധം? ഈ ഒരു കാര്യത്തെയാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾക്കതീതമായ സത്യമായ നിത്യമായ ആനന്ദമായ അമൃതമായ ഗുണരഹിതമായ ഒരു പരമസത്യമാണ്. ഈ പരമസത്യത്തെ നമുക്ക് ആത്മാവിൻ്റെ തന്നെതായ സൃഷ്ടി ആയ മനസ്സുകൊണ്ട് ചിന്തിച്ചറിയുക അസാധ്യമാണ്. അത് അനുഭവമാണ്. മധുരം എന്നത് നാം രുചിച്ച് തന്നെ അറിയേണ്ടതാണ്. അത് ഒരിക്കലും രുചിച്ചാൽ പോലും അത് കഴിക്കാത്തവനോട് പറഞ്ഞറിയിക്കുക അസാധ്യമാണ്. അതുപോലെ തന്നെയാണ് ഈശ്വരനെ സംബന്ധിച്ച്. ഈശ്വരനിലാണ് നാം പ്രകാശിക്കുന്നത്. കാരണം ഈശ്വര ചൈതന്യത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന ഒരു ദൃഷ്ടിയാണ്, എന്ന ഒരു തത്വമാണ് ഇന്ന് ലോകത്ത് മുഴുവൻ പ്രകാശിച്ച് പ്രചരിപ്പിക്കുന്നത്. അതിൽ ചെറിയ ഒരു അപാകതയുണ്ട്. ഈ നാം എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? നാം എന്ന് ഉദ്ദേശിക്കുന്നത് ജീവാത്മാവിനെയാണ്. ജീവാത്മാവിൻ്റെ അകത്തല്ല ഈശ്വരൻ ഇരിക്കുന്നത്. ആത്മാവിൻ്റെ അകത്താണ്, ആത്മാവിൻ്റെ ഉള്ളിലാണ് ജീവഭാവം പ്രകാശിക്കുന്നത്. ജീവാത്മാവ് എന്ന് ഒരു അറിവ് ലഭിക്കുന്നവരെ മാത്രമുള്ളൊരു പ്രതിഭാസമാണ്. അത് ശരിക്കും ഇല്ലാത്തതാണ്. ഈ കാണുന്ന പ്രപഞ്ചത്തെ നോക്കിയാൽ, ഈ പ്രകൃതിയെ നോക്കിയാൽ, ഇത് ദൃഷ്ടിയിൽ കാണുന്നുണ്ടെങ്കിലും അത് അനുഭവവേദ്യമെങ്കിലും അത് ഇല്ലാത്തത് തന്നെയാണെന്ന് നാം അറിവ് സിദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെ ജീവാത്മാവും അറിവിൽ അമർന്നു കഴിഞ്ഞാൽ ജീവാത്മാവും ഇല്ലാതെ വരുന്നു. ആ ജീവാത്മഭാവം ആ പരമാത്മാവിൻ്റെ കേവലം ഗുണങ്ങളിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന താൽക്കാലികമായ ഭാവം മാത്രമാണ് ഇവിടെ ഭഗവാൻ എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അതിനെയാണ് നാം ആ സ്വാത്വിക ഗുണപരമായിട്ടിരിക്കുന്ന ആ പരമ ഈശ്വരഭാവത്തെ നിന്നാണ് നമ്മൾ കൃഷ്ണഭാവത്തിനെ ആയിട്ട് ഉൾക്കൊള്ളുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുവാൻ കാരണം? ഇതിൻ്റെ സത്യമായ സ്ഥിതി, വ്യാസനായിരിക്കുന്ന പരമാത്മാവ് എന്തുകൊണ്ടാണ് അങ്ങനെ രചിച്ച് ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് അറിവിലൂടെ നോക്കാം. മനസ്സുകൊണ്ട് ചിന്തിച്ചാന്നറിയാൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന വിഷയമല്ല അത്. ആത്മാവിലൂടെ അറിയേണ്ട വിഷയമാണത്. അതുകൊണ്ടാണ് മനസ്സിലൂടെ ചിന്തിക്കരുത് എന്ന് പറയാൻ കാരണം. ഈ ജീവൻ എന്നത് പറയുന്നത്, ഈ പ്രപഞ്ചം, ഈ കാണുന്ന ഓരോ ജീവനുകളും, മനുഷ്യൻ, മൃഗങ്ങൾ, പക്ഷി, വൃക്ഷലതാദികൾ, ഈ അണ്ഡകടാഹങ്ങൾ മുഴുവനും ഒരു ആത്മചൈതന്യത്തിൽ പ്രകാശിക്കുന്നതാണ്, ഏകമായ ആത്മാവിൽ. ഈ ആത്മാവ് ഗുണരഹിതമാണല്ലോ. അപ്പോൾ ഈ കാണുന്നത് മുഴുവനും സൃഷ്ടി വസ്തുക്കളാണ്, സൃഷ്ടിജാലങ്ങളാണ്. അപ്പോൾ നാം അറിയേണ്ടത് സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ എന്തായിരുന്നു എന്നതാണ്. സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ സാക്ഷാൽ ആ നിർഗുണ നിരാകാരമായ ഈശ്വര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഈശ്വരൻ തന്നിൽ നിന്നു തന്നെ ഗുണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ആ ഗുണങ്ങളുടെ
എല്ലാത്തിൻ്റെയും അംശങ്ങളിൽ നിന്നും പഞ്ചഭൂത തന്മാത്രകൾ സൃഷ്ടിക്കപ്പെട്ടു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂത തന്മാത്രകൾ. ഈ പഞ്ചഭൂത തന്മാത്രകൾ പഞ്ച ഇന്ദ്രിയങ്ങളെ സൃഷ്ടിക്കുവാനുള്ള ഉപാധിയായിട്ടുള്ള റോ മെറ്റീരിയൽസ് മാറുകയാണ് ചെയ്തത്. അതായത് സൃഷ്ടിക്കും മുമ്പ് ഇവിടെ ഈശ്വരൻ, അത് നാമമില്ല, രൂപമില്ല, ബോധ ആനന്ദമായ നിർഗുണ നിരാകാരമായ ആ ചൈതന്യം ഇവിടെ സകാര രൂപം വേണമെങ്കിൽ, ഒരു ശരീരമെടുക്കണമെങ്കിൽ, ഒരു ആകൃതിയോടുകൂടി അത് പ്രകാശിച്ച് പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു അഹങ്കാരഭാവം കൂടിയേ തീരൂ. അപ്പോൾ ഈ അഹങ്കാരത്തെ സൃഷ്ടിക്കുവാൻ, അഹങ്കാരത്തിന് സന്നിവേശിക്കുവാൻ ഒരു ശരീരം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പുരം ആവശ്യമുണ്ട്. അതിലേക്ക് വേണ്ടിയാണ് ഓരോ സൃഷ്ടിയും നടത്തിയിരിക്കുന്നത്. ആ സൃഷ്ടി മുഴുവനും ഗുണങ്ങളിലാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ ത്രിഗുണമാണ്. നമുക്ക് നോക്കാം, പ്രകൃതിയുടെ സ്വഭാവം നല്ലതുണ്ട്, ചള്ളുണ്ട്, മിശ്രമുണ്ട്. അതായത് സ്വാത്വികം, രാജസം, താമസം, രാജസം, സ്വാത്വികം. ഈ ത്രിഗുണമാണ് പ്രകൃതി എന്ന് പറയുന്നത്. നല്ലതായിട്ടിരിക്കുന്നതും അവസ്ഥയും ചള്ളായിട്ടിരിക്കുന്നതും. ഈ ഗുണങ്ങളിൽ പ്രകൃതി സൃഷ്ടിക്കാൻ കാരണം ഗുണങ്ങൾ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതും ഗുണങ്ങൾ നശിക്കുന്നതുമാണ്. അതായത് നല്ലതായിട്ടിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥം സ്വല്പം കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥാക്രമങ്ങൾ തന്നെ മാറുകയും അത് അശുദ്ധമായി അത് നശിച്ചു പോവുകയും ചെയ്യുന്നത് പോലെ ഈ പ്രകൃതിയിലിരിക്കുന്ന ഈ കാണുന്ന സകല ജീവജാലങ്ങളിലെയും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ബാഹ്യസ്വരൂപമായ ശരീരങ്ങളെല്ലാം അത് പ്രകൃതിയാൽ ബന്ധിതമായിട്ടുകൊണ്ട് ആകാശം, അഗ്നി, ജലം, ഭൂമി, വായു എന്നീ പറഞ്ഞ പഞ്ചഭൂത തന്മാത്രകളെ കൊണ്ട് നിറഞ്ഞതും അതുകൊണ്ട് ആഹരിക്കുകയും ശ്വസിക്കുകയും ചെയ്തുകൊണ്ടും ഇരിക്കുന്നതുമായിട്ടിരിക്കുന്ന ശരീരത്തോടു കൂടിയതാണ്. ഈ ബാഹ്യമായ ശരീരം ശരിക്കും പറഞ്ഞാൽ ജഡവസ്തു തന്നെയാണ്. അത് ഒരു നിത്യമായ ആ സൃഷ്ടിക്ക് മുമ്പുള്ള ആ പരമ ചൈതന്യത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് ഇങ്ങനെ സ്ഥായിയായിട്ട് മനോഹരമായിട്ട് ഇരിക്കുന്നത്. നാം കാണുന്ന ഈ ജഡസ്വരൂപങ്ങളെ എത്ര സുന്ദരമായി പ്രകൃതി എന്ന് ഉദ്ദേശിക്കുമ്പോൾ കല്ല്, മണ്ണ്, ചെടികൾ, മരങ്ങൾ, വൃക്ഷലതാദികൾ, അനേകം ജീവജാലങ്ങൾ, മനുഷ്യർ എന്നുവേണ്ട ഇവയുടെ എല്ലാം ബാഹ്യ ശരീരത്തെ കണ്ടാണ് നാം ആനയാണെന്നും മനുഷ്യനാണെന്നും പെണ്ണാണെന്നും മരമാണെന്നും പുല്ലാണെന്നും പൂവാണെന്നും വിശദീകരിക്കുന്നത്. എന്നാൽ ഈ ശരീരങ്ങൾക്കൊന്നും സ്വയം നിലനിൽപ്പില്ലാത്തതാണ്. അത് ഏതിനെ ബേസ് ചെയ്താണ് നിലനിൽക്കുന്നത്? ആത്മാവിനെ ബേസ് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നാം സൃഷ്ടിക്കും മുമ്പ് നമ്മെ തന്നെയാണ് അറിയേണ്ടത്. നമ്മളുടെ സൃഷ്ടി, നമ്മളുടെ ശരീരം നമ്മളുടേതല്ല ഈ ശരീരം എന്നത്, പക്ഷേ നമ്മളുടേതാണ് ശരീരമെന്നും നമ്മളുടേതായ മനസ്സുമെന്നും വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ ആരാണ് എന്നാണ് നമുക്ക് ആദ്യമേ അറിയേണ്ടത്. അപ്പോൾ സൃഷ്ടിക്കും മുമ്പ് ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ആ പരമ ആത്മാവ് തന്നിൽ നിന്നും ഗുണങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ബാഹ്യമായ ശരീരത്തെ നിർമ്മിച്ചു എന്ന് പറഞ്ഞുവല്ലോ. ഈ ബാഹ്യമായ ശരീരം നിർമ്മിച്ചപ്പോൾ ആത്മാവിൽ അത് പ്രകാശിച്ചപ്പോൾ ആ ശരീരത്തിനും ഈ അവസ്ഥ തന്നെ വരാൻ പറ്റുള്ളൂ. സത്യമായ, നിത്യമായ, ആനന്ദമായ, അമൃതവുമായ, ഗുണരഹിതവുമായ അവസ്ഥ. അപ്പോൾ അത് സൃഷ്ടിയാവില്ല. അതിൽ നിന്നും അന്യമായ മറ്റൊന്നായി അത് വരണം. അത് ആത്മാവ് ത്രിഗുണങ്ങളിൽ ഇരിക്കുന്നത് കൊണ്ട് ആത്മാവിൽ നിന്ന് അന്യമായ സത്യമല്ലാത്തത്, നിത്യമല്ലാത്തത്, ആനന്ദമല്ലാത്തത് ഗുണങ്ങളോടുകൂടിയ അവസ്ഥയായി അറിവില്ലായ്മയോടുകൂടിയിരിക്കുന്ന ആ ഭാവത്തെ സൃഷ്ടിക്കുവാനായിട്ട് ഈ ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളോടുകൂടിയ ശരീരവും ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളോടുകൂടിയ ശരീരവും സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ആത്മാവിൽ വന്നു ചേർന്നപ്പോൾ, ആത്മാവിൽ ശരീരം വന്നപ്പോൾ, ആത്മാവിൻ്റെ അന്ധക്കരണമെന്ന ആത്മാവിൻ്റെ അകത്ത് ഈ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുവാനായിട്ട്, ഈ ത്രിഗുണങ്ങളെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് അന്ധക്കരണം രൂപപ്പെട്ടു. അന്ധക്കരണം എന്ന് പറഞ്ഞാൽ അത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ജീവൻ ഇങ്ങനെ ആയിട്ട് തിരിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഒരു ജീവൻ, നമ്മളെ തന്നെയാണ് കേൾക്കുന്നതും പറയുന്നതുമായ നമ്മെ തന്നെയാണ്, നമ്മൾ ആത്മാവിൽ ഏകമാണ്, ഒന്നാണ്. അപ്പോൾ നിങ്ങളെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ആത്മാവിൽ മനസ്സിലൂടെ വരുന്ന ചിന്ത, മനസ്സ് എന്ന് പറഞ്ഞാൽ
പ്രകൃതിയാണ്, ഗുണങ്ങളാണ്. ഈ കാണുന്ന ഈ പ്രകൃതി ശരീരം എടുത്തപ്പോൾ ഈ പ്രകൃതി തന്നെ അതിൻ്റെ ഗുണങ്ങളോടുകൂടി അകത്തും പ്രകാശിക്കേണ്ടതായി വന്നു. അപ്പോൾ പ്രാണവായു വഴി, ഈ പ്രാണവായു വഴി ഈ നല്ലത്, ചള്ള്, മിശ്രം, ഈ 3 തരം വികാരങ്ങൾ ഒരു ജീവൻ്റെ കർമ്മത്തിൻ്റെയും അവൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെയും അവൻ്റെ പ്രവർത്തന മണ്ഡലത്തിൻ്റെ അവൻ്റെ ജ്ഞാനത്തിൻ്റെയും അനുസരിച്ചിട്ടുള്ള ഗുണങ്ങളുടെ ചിന്തകൾ ബാധാരൂപത്തിൽ അല്ലെങ്കിൽ വാസനാരൂപത്തിൽ, കർമ്മവാസന, ദുർവാസന, നല്ല വാസന, ഇത് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ വാസനാരൂപത്തിൽ പ്രാണവായു വഴി, ശ്വസന ഇന്ദ്രിയങ്ങൾ വഴി, പ്രാണനിലൂടെ അത് ശരീരത്തിൽ എത്തുകയായി. ആ ശരീരത്തിൽ അത് ചെന്നെത്തുന്ന ആ തലത്തെയാണ് അന്ധഃകരണം എന്ന് പറയുന്നത്. അത് ശരീരവും മനസ്സും, ശരീരം ഉള്ള ആത്മാവിൽ ശരീരം ഉള്ളപ്പോൾ മാത്രമാണ് ഈ അന്ധഃകരണം ഉണ്ടാകുന്നത്. അന്ധഃകരണത്തിൽ ഈ ചിന്തകൾ പ്രകാശിപ്പിക്കുന്ന തലം ആണ് മനസ്സ്. ഈ മനസ്സ്, ചിത്തം, ബുദ്ധി എന്നിവയായിട്ട് അത് ആത്മാവിൻ്റെ ചൈതന്യത്താൽ തന്നെ പ്രകാശിതമാണ്. അപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനിൽ ഈ ശരീരമുണ്ടായപ്പോൾ ഈ ശരീരത്തിൻ്റെ സകല കലകളും, ശരീരത്തിൻ്റെ സകല അവയവങ്ങളും ആത്മാവിലാൽ പ്രകാശിതമാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉടമ ആരാണ്? ഈശ്വരനാണ്. ആ ഈശ്വരനെയാണ് ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത്. ആ ആത്മാവിനെയാണ് പല പല നാമരൂപങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നാമരൂപങ്ങളിൽ വെച്ച് ഓരോരുത്തരും അവരവരുടെ ഗുണമനുസരിച്ചിട്ട് ദേവനും ദേവിയും ഒക്കെയായിട്ട് പ്രതിപാദിക്കുന്നെന്ന് ഓർക്കേണ്ടതാണ്. ആത്മാവിൽ നാം ഏകമാണോ എന്നും എപ്പോഴും അറിയണം. അപ്പോൾ ഈ ബാഹ്യമായ ശരീരം ഗുണമായിരിക്കെ ബാഹ്യമായ അന്ധഃകരണത്തിലേക്ക് ഗുണവാസനകൾ വന്നപ്പോൾ അതിൻ്റേതായ ചിന്ത വരുന്നു. അപ്പോൾ നാം പ്രഭാതത്തിൽ ഉണരുമ്പോൾ നാം ഈ ചിന്ത പ്രകാശിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഒരു ചെറിയ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഒരു പാത്രമെടുത്ത് വെള്ളമെടുത്ത് കുടിക്കണം എന്നുള്ള ഒരു ചിന്ത, ആ ചിന്ത വരുന്നു. ആ ചിന്തയെ വരുമ്പോൾ ആ ചിന്ത അത് വെളിയിൽ നിന്നും അല്ലെങ്കിൽ വാസനാരൂപത്തിൽ ജീവന് വേണ്ടിയിട്ട് വരുന്ന ചിന്തയാണ്. ആ ചിന്ത വരുമ്പോൾ അത് നാം കൈകൊണ്ട് വെള്ളമെടുക്കുന്നു. ആ വെള്ളമെടുക്കാനുള്ള ചൈതന്യം, ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ഈ ജഡമായിരിക്കുന്ന ശരീരം ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് എടുക്കുന്നു. അത് വായിലേക്ക് ഒഴിക്കുന്നു. രുചി അറിയിക്കുന്നതും ആ അറിവ് പോലും ആത്മാവിൻ്റേതാണ്. അത് കീഴോട്ടിറങ്ങിപ്പോകുന്നതും അതതിൻ്റെ പർപ്പസ് ഈ പ്രകൃതിയാകുന്ന ശരീരത്തിൽ ആത്മാവ് പ്രകൃതിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം വീണ്ടും നാം ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എന്ത് ഭക്ഷണമാണെന്ന് നമ്മളുടെ ഗുണമനുസരിച്ചിട്ട് സാത്വികാഹാരമോ രാജസാഹാരമോ ഏതാണ് നമ്മളുടെ അതനുസരിച്ചിട്ടുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് പോലും ഈ പുറമേ നിന്ന് വരുന്ന ചിന്തകളാണ്, ആ വാസനകളാണ്. ആ വാസനകൾ അന്ധഃകരണത്തിൽ വന്ന് അത് ചിന്തകളായി ആജ്ഞയായിട്ട് പ്രകാശിക്കുമ്പോൾ ആ വാസനയെ അനുസരിച്ച് ഈ ജീവൻ പ്രവർത്തിക്കുകയായി. ഈ വാസന എന്ത് സംഭവിച്ചു? ഈ ജീവൻ ആരാണ് എന്നാണ് ഇനി നമുക്കറിയേണ്ടത്. ഈ ജീവൻ ആത്മാവിൽ ശരീരമുണ്ടായി, ആത്മാവിൽ അന്ധഃകരണവൃത്തിയോടുകൂടിയ മനസ്സും വന്നു. അത് പഞ്ചവായുക്കളാൽ ബന്ധിതനായി ഉറച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ശരീരവും ഈ ആത്മാവിലുണ്ടായ ശരീരവും ആത്മാവിൽ പ്രകാശിച്ച മനസ്സും വന്നപ്പോൾ ആ മനസ്സിൻ്റെ ചിന്ത അതിൻ്റെ പ്രവൃത്തിയും ആത്മാവിന് യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് അത് ഏറ്റെടുക്കുവാനായിട്ട് ആത്മാവിൻ്റെ പ്രതിബിംബഭാവം അവിടെ പ്രകാശിച്ചു അന്ധഃകരണ ബുദ്ധിയിൽ. ഈ അന്ധഃകരണ ബുദ്ധിയിലിരിക്കുന്ന ജീവൻ ശരിക്കും ശുദ്ധം തന്നെയാണ്. അത് ഗുണരഹിതനാണ്. അത് പാപം ഒന്നും സ്വയം അതിനില്ലാത്തതാണ്. അത് ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ്. അത് ഒരു പ്രാണവായു വരെ ശ്വസിക്കുവാനോ അതിന് മനസ്സിനെ പ്രകാശിപ്പിക്കുവാനോ ചിന്തിക്കുവാനോ ഒന്നും ശേഷിയില്ലാത്തതാണ്. പക്ഷേ ഈ ആത്മാവിൻ്റെ പ്രതിബിംബമായത് ഇരിക്കുന്ന ജീവൻ പ്രകാശിച്ചിരിക്കുന്നത് ഈ ബാഹ്യമായ ശരീരത്തിലും ആന്തരികമായ മനസ്സിലുമാണ്. ഈ ശരീരവും വരുന്ന ചിന്തകൾ അന്തരാത്മാവിൽ ഈ അന്ധഃകരണത്തിൽ വരുന്ന ചിന്തകൾ എൻ്റെയാണ് ശരീരം, എൻ്റെയാണെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കുന്ന ജീവൻ എൻ്റെ ചിന്തയാണ് എന്ന് കരുതി അത് ഏറ്റെടുക്കുന്നതോടുകൂടി ശരീരത്തിൻ്റെ കർമ്മ ഇന്ദ്രിയങ്ങൾ, അതായത് നാവ്, കയ്യ്, കാല്, പാദം, പായു, ഉപസ്ഥം, ഈ കയ്യും കാലും നാവും ഒക്കെ ഉപയോഗിച്ച് സംസാരിച്ച് അത് കർമ്മമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ ജീവനല്ല ഇത് ചെയ്യുന്നത്. ഈ ആത്മാവ്
വരുന്ന വാസനകളെ മനസ്സിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ശരീരത്തിനെ നിലനിർത്തിക്കൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയെ കൊണ്ട് ഈ പരമാത്മാവായ പുരുഷൻ ചെയ്യുമ്പോൾ അത് ആത്മാവിൻ്റെ പ്രതിബിംബമായ ജീവൻ എൻ്റെ ചിന്തയാണ്, എൻ്റെ പ്രവൃത്തിയാണ് എന്ന് ഏറ്റെടുക്കുകയും അത് പാപപുണ്യങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നു. അവനവൻ്റെ ഗുണമനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയാണ്. എപ്പോഴാണ് ഒരു ജീവൻ ഇത് തൻ്റേതല്ല, ഈ പ്രവൃത്തി തൻ്റെ താൻ ശുദ്ധനും ബോധവനും നിത്യാനന്ദവും ഒരു ഗുണങ്ങളെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയാത്തവ സാക്ഷാൽ ബ്രഹ്മത്തിൻ്റെ പരമാത്മാവിൻ്റെ ഈശ്വരൻ്റെ പ്രതിബിംബം മാത്രമാണ്. പ്രതിബിംബം എപ്പോഴും ബിംബത്തിൻ്റെ സ്വഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പ്രതിബിംബം എന്ത് സംഭവിച്ചു? അത് പ്രകാശിച്ച് ഇരിക്കുന്ന തലമായിട്ടിരിക്കുന്ന ഗുണങ്ങളോ വാസനകൾ വന്നെത്തിയ മനസ്സും അതിലിരിക്കുന്ന ശരീരത്തോടും താതാമ്യപ്പെട്ടു. മനസ്സ് എന്നറിഞ്ഞാൽ ദേവതകളാണ് ഈ വാസനകളെ പ്രകാശിക്കുന്നത്. ഒരു ജീവൻ്റെ ഇച്ഛ പോലെ സാത്വികവും രാജസവുമായിട്ടിരിക്കും, താമസവും ഒക്കെ ആയിട്ടിരിക്കുന്ന വാസനകൾ വന്ന ആ ദേവതകൾ അത് ആണ് ചിന്തകളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജീവൻ ആ ചിന്തയ്ക്കനുസരിച്ച് നീങ്ങുന്നതോടുകൂടി ആ ജീവൻ ഈ ദേവതകളുടെ അടിമ ആവുകയും അവരിലൂടെ തന്നെ ഈ ജീവന് ഒരു ബലമില്ലാത്തത്, പ്രതിബിംബത്തിന് സ്വയം ശേഷിയില്ലാത്തതുകൊണ്ട് ഒരു ആശ്രയം തനിക്കൊരു രക്ഷകനുണ്ടെന്നറിയുമ്പോൾ ഈ പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടുള്ള അവനവൻ്റെ ഗുണമനുസരിച്ചിട്ടുള്ള ദേവതകളെ ആരാധിക്കുകയായി ഈ ജീവൻ. അപ്പോൾ ഈ ആരാധനയെ ഈ ദേവത ഈശ്വരൻ ആരാണ്, ഈ പരമാത്മാവാണെന്ന് അറിയില്ലാത്തത് കൊണ്ട്, ഈശ്വരൻ ആരാണെന്ന് അറിയാത്ത നിമിത്തം ഈ അജ്ഞാനം കൊണ്ട് ജീവൻ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിഗ്രഹങ്ങളുടെ ആരാധനയും അങ്ങനെ നാമത്തോടെ ഇരിക്കുന്ന ജീവൻ നാമത്തിലൂടെയുള്ള ആരാധനക്രമങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ ഒരു ജീവൻ ഏത് ഗുണത്തിലാണോ സൃഷ്ടിക്കപ്പെടുന്നത്, ജീവൻ താമസ ഗുണത്തിലാകുമ്പോൾ മൃഗശരീരത്തെ എടുത്തുകൊണ്ടും രാജസ ഗുണത്തിലാകുമ്പോൾ മനുഷ്യ ശരീരത്തിലും എടുക്കുന്നു. ഈ മനുഷ്യ ശരീരത്തിൽ എടുത്തുകൊണ്ട് താമസത്തിലേക്ക് പോയാൽ വീണ്ടും അത് മൃഗത്തിലേക്ക് പോവുകയും എന്നാൽ രാജസ ഗുണത്തിൽ ജനിച്ചുകൊണ്ട് സ്വാത്വിക ഗുണത്തിലേക്ക് പോയി അത് ആ സ്വാത്വിക ഗുണത്തിലേക്ക് ജീവൻ എത്തപ്പെടുന്നതോടുകൂടി അവന് ഭക്തിയായി ആ പ്രതിബിംബത്തിലും ബിംബത്തിലും ഒക്കെ ഈശ്വരനെ ദർശിക്കുകയായി താൻ ഈശ്വരനാണെന്നറിയാതെ ദർശിക്കുകയായി തൻ്റെ സ്വരൂപം ഈശ്വരനാണെന്ന്. ആ ജീവൻ പുരോഗതി പ്രാപിച്ച് സ്വാത്വിക ഗുണത്തിലൂടെ മാത്രം സഞ്ചരിച്ച് തൻ്റെ മനസ്സും ശരീരവും പ്രവൃത്തിയും എല്ലാം സാത്വിക രൂപത്തിൽ വരികയും നല്ല പ്രവൃത്തിയും നല്ല ചിന്തകളും നല്ല ഭക്ഷണങ്ങളും സാത്വിക ഭാവത്തിലും അഹിംസയും ഒക്കെ പരിപാലിച്ചുകൊണ്ട് സാത്വിക മൂർത്തിയുടെ ആരാധനക്രമം വരുമ്പോൾ ആ സാത്വിക ഭാവത്തെയാണ് നാം ആ പരമാത്മാവ് തന്നെ സാത്വിക മൂർത്തിയായി കൃഷ്ണസ്വരൂപമായിട്ട് അവിടെ പ്രകാശിക്കുന്നു. ആ കൃഷ്ണനെ ആശ്രയിക്കുമ്പോൾ ആ കൃഷ്ണനും ഭക്തനും അവിടെയായി ആ ഭക്തനും കൃഷ്ണനും അങ്ങനെ താതാമ്യം ചെയ്ത് അവർ ഭക്തിയാൽ ആ കൃഷ്ണൻ്റെ ലീലകൾ, ചെറുപ്പം മുതലുള്ള ലീലകൾ, അവിടെ അവതാരങ്ങൾ, അങ്ങനെ യുദ്ധം നടക്കുന്നത്, ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്നത്, അങ്ങനെ സ്വാത്വികമായിട്ടുള്ള ആചാരങ്ങളിലൂടെ ആ കൃഷ്ണൻ്റെ ലീലകൾ ജീവൻ്റെ മനസ്സിൽ പ്രകാശിച്ച് അവിടെ വളരുന്നതോടൊപ്പം നാം തന്നെ ആ കൃഷ്ണനായി അവിടെ മാറുകയാണ്. അങ്ങനെ സ്വാത്വിക ഭക്തിയുടെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ എന്തു സംഭവിക്കുന്നു? കൃഷ്ണനും ആ ആരാധിക്കുന്ന ജീവനും രണ്ടല്ല ഒന്നായി തോന്നും. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും ഏകമായ സാത്വിക ചൈതന്യത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു എന്നറിയുകയും ആ സാത്വിക ഗുണത്തിലിരിക്കുന്ന എത്തിക്കഴിയുമ്പോൾ ഈശ്വരൻ ആരാണെന്നും ആ പരമാത്മാവ് വേഷം കെട്ടി കൃഷ്ണഭാവത്തിലിരിക്കുന്ന പരമാത്മാവ് തന്നെ അറിയിച്ചു കൊടുക്കുന്നു. ഞാൻ അല്ല യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറഞ്ഞ നിർഗുണ നിരാകാരനായിരിക്കുന്ന നാമരൂപരഹിതനായിരിക്കുന്ന ഈ സൃഷ്ടിയിൽ മുൻപും ആ സൃഷ്ടിയുള്ളപ്പോഴും ഈ സൃഷ്ടിക്ക് ശേഷവും സദാ നിറഞ്ഞു നിൽക്കുന്ന നാശരഹിതമായ ആ പരമചൈതന്യമാണ്, സത്താണ്, ബോധമാണ്, അറിവാണ്, ജ്ഞാനമാണ്, ഗുണരഹിതമായ ബ്രഹ്മമാണ് എന്നൊക്കെ അറിവ് ആ ജീവന് നേടുന്നു. ഈ സ്വാത്വിക ഗുണത്തിലെത്തിയ മനസ്സ് അപ്പോൾ ജീവൻ്റേതല്ല ഈ ശരീരമെന്നും ജീവൻ്റേതല്ല എന്ന് ഈ മനസ്സുമെന്നുമുള്ള അറിവ് ലഭിക്കുന്നു. കാരണം ആത്മാവിലാണ് ശരീരം ഇരിക്കുന്നത്, ആത്മാവിൻ്റെ സംരക്ഷണയാണ് ശരീരം ഇരിക്കുന്നത്. ഈ ചിത്തം പ്രകാശിക്കുന്നു ആത്മാവിലൂടെയാണ്. അതിലിരിക്കുന്ന ജീവൻ എൻ്റെയാണ് ശരീരം, എൻ്റെയാണ് മനസ്സ് എന്ന് വിചാരിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ
വിഷമതകളും ശരീരത്തിൻ്റേതായ പ്രവൃത്തികളും മനസ്സിൻ്റെ ചിന്തകളുടെയും നന്മ തിന്മകളും അനുഭവിക്കേണ്ടതായി വരുന്നു. ഇതൊന്നും തൻ്റേതല്ല എന്നറിയുന്നതോടുകൂടി മനസ്സിലെ ചിന്തകളോ ശരീരത്തിൻ്റെ പ്രവൃത്തിയോ അവന് പാപപുണ്യങ്ങളിൽ നിന്നും മോചനത്തെയും നേടിക്കൊടുക്കുന്നു. അങ്ങനെ പാപപുണ്യങ്ങളറ്റ് ജീവൻ തൻ്റെ സ്വരൂപം ആത്മാവാണ്, ഈശ്വരനാണ്, ആത്മാവാണെന്നറിയുമ്പോൾ ആ ആത്മാവ് ഗുണങ്ങളിൽ പ്രകാശിച്ച് ഗുണരഹിതനായ ആ പരമാത്മാവ് തന്നെ തൻ്റെ ആ പരമാത്മാവ് കൃഷ്ണൻ സാക്ഷാൽ പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മമായിരിക്കുന്നത് തൻ്റെയും ചൈതന്യമായിട്ടിരിക്കുന്ന ആ ആത്മാവായ ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ കൃഷ്ണനുമില്ല ഇവിടെ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന് ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ ഏകമായ ഒരു സത്തിലടങ്ങിയിരിക്കുന്നു. ആ സത്ത് തന്നെയാണ് തന്നെ പ്രകാശിപ്പിച്ച് നിൽക്കുന്നതെന്ന ബോധ്യം വരികയും അങ്ങനെ ആ ശരീരത്തിലിരുന്നു കൊണ്ട് തന്നെ താൻ ബ്രഹ്മമാണെന്ന് ആത്മാവാണെന്ന് അറിയുകയും അങ്ങനെ നിർഗുണ നിരാകാരമായിരിക്കുന്ന പരമസത്യത്തെ അവൻ തേടുന്നതോടെ അവനും നിർഗുണമായ ആ പരമചൈതന്യത്തിലെത്തിക്കഴിയുമ്പോൾ ഈ പ്രപഞ്ചമൊക്കെ അവനിൽ തീർത്തും അസ്തമിച്ചുകൊണ്ട് സർവ്വബന്ധങ്ങളും അറ്റുകൊണ്ട് യാതൊന്നിനോടും ബന്ധമില്ലാതെ ആത്മാവിനോട് മാത്രമായി വരുമ്പോൾ താൻ ആത്മാവായി പ്രകാശിക്കുമ്പോൾ ആ ആത്മാവിൽ ഗുണരഹിതമായിട്ട് ആനന്ദമായിട്ട് അറിവായി നാം ഇരിക്കുന്ന ആ ധ്യാനവേളയിൽ നാം സമാധി അവസ്ഥയിൽ അങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈശ്വര സാക്ഷാത്കാരമായി ജീവൻ മുക്തിയായി. ഇതുതന്നെയാണ് ഈശ്വരനിലേക്കുള്ള വഴിയും മുക്തമായ ജീവിത സാഹചര്യവും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായി അറിവിലൂടെ ഈ മനസ്സിലൂടെയല്ല അറിവിലൂടെ ഇത് ഗ്രഹ്യമായെങ്കിൽ ആത്മാവായ നിങ്ങൾക്കും ആത്മാവായ എനിക്കും അത് വളരെയേറെ ആനന്ദത്തെ നൽകുന്ന ഒന്ന് മാത്രമാണ്. നാം എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് കേൾക്കുന്നതും പറയുന്നതും ആയിരിക്കുന്നതും എല്ലാം ഒറ്റ ആത്മാവിൽ പ്രകാശിച്ചതാണ്. ആത്മാവ് മാത്രമേ ഇവിടെയുള്ളൂ. സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും ഇനി സൃഷ്ടിയിലും എല്ലാം ആ പരമചൈതന്യമാണ്. അതിൽ ഉണ്ടാക്കപ്പെട്ട വെറും നാമരൂപരഹിതമായ ജഡവസ്തുക്കൾ കണ്ടാണ് പലതായി തോന്നുന്നത്. സത്യത്തിൽ ഇവിടെ ഒന്നേയുള്ളൂ, ഈശ്വരൻ. ആ ഈശ്വരനെ ആത്മാഭാവത്തിൽ സകല ശരീരങ്ങളിലും പ്രകാശിക്കുന്നു. ആത്മാവെന്ന് പറഞ്ഞാൽ മറ്റൊരു വസ്തുവല്ല, അറിവാണത്. അറിവായി സകല ശരീരത്തിലും ആ അറിവ് മാത്രമേ സ്ഥായിയായുള്ളൂ. ആ അറിവാണ് എന്നുമുള്ളത്. ആ അറിവിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അല്ലാതെ നാമരൂപത്തിൽപ്പെട്ട ഒന്നല്ല ഈശ്വരൻ. ആ ഈശ്വരനെ അറിയുകയും ഈശ്വരനായി തീർന്ന് സമസ്തവും ഈശ്വരനായി കാണുകയും സകല കർമ്മങ്ങളും ഈശ്വരനായിരുന്നു കൊണ്ട് ചെയ്യുകയും ചെയ്താൽ മോക്ഷത്തെ നാം സ്വയം സ്വീകരിക്കുക തന്നെ ചെയ്യും. പരമശാന്തിയും മംഗളവും ഭവിക്കട്ടെ.